നമ്മുടെ ലോക ചാപ്റ്റർ 2 അനൗൺസ്മെന്റ് ടീസറിൽ ടൊവിനോ ഡിക്യുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹിറ്റ്ലറെ കൊന്നത് നീയല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ ചോദ്യമാണ് ലോക ചാപ്റ്റർ 2വിന്റെ ഹൈപ്പ് ഇത്രയധികം കൂട്ടാൻ കാരണം. ലോക 1ൽ അവർ ഐതിഹ്യങ്ങളെ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധിപ്പിച്ചു. എന്നാൽ ലോക 2വിൽ അവർ ചുരുളഴിയാത്ത ചരിത്ര രഹസ്യങ്ങളെ ഐതിഹ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും ഈ പിരമിഡുകൾ നിർമ്മിച്ചതെങ്ങനെയാണ്? ബർമൂഡ ട്രയാങ്കിളിന്റെ നരവേട്ടയ്ക്ക് കാരണമെന്താണ്? ശരിക്കും അമേരിക്ക ചന്ദ്രനിൽ കാലുകുത്തിയോ? ഇതുപോലെ ചുരുളഴിയാത്ത ഒരു ചോദ്യമാണ് ഹിറ്റ്ലറിനെ കൊന്നത് ആരാണ് എന്നത്. ശരിക്കും ഹിറ്റ്ലറെ കൊന്നത് ഒടിയനാണോ? ഹിറ്റ്ലറിന് ഏറ്റവും പ്രിയപ്പെട്ട നായ അതൊരു ജർമ്മൻ ഷെപ്പേർഡാണ്. നമ്മുടെ ലോക സിനിമയിൽ ഡിക്യുവിനെ കാണിക്കുന്ന സീനുകളിലൊക്കെ ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ കാണിക്കുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കും ഇതിന്റെ കണക്ഷൻ? നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ? അപ്പോൾ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്റ്റോറി ടെല്ലർ മല്ലു. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയാണ് ഹിറ്റ്ലർ. ജയിക്കാൻ വേണ്ടി ഹിറ്റ്ലർ എന്തും ചെയ്യും. സത്യത്തിൽ ഇങ്ങേര് കാണിച്ച ക്രൂരതകളൊന്നും ലോകത്ത് വേറൊരു ഭരണാധികാരിയും ചെയ്തു കാണില്ല. നമ്മുടെ ചെങ്കിസ് ഖാന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഹിറ്റ്ലർ. ഏകദേശം 1 കോടിയിലധികം ആൾക്കാരെയാണ് ഹിറ്റ്ലർ കൊന്നത്. അങ്ങനെയുള്ള ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ യുദ്ധം തോൽക്കുമെന്ന് പേടിച്ച് ഭാര്യയ്ക്കും വളർത്തുനായയ്ക്കും സയനൈഡ് കൊടുത്ത ശേഷം സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ഇന്നും ലഭ്യമല്ല. ഹിറ്റ്ലറിന്റെ മരണത്തിൽ ഒരുപാട് കോൺസ്പിരസികൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല, ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഹിറ്റ്ലറിന്റെ മരണവും ഒടിയനും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ അതൊരു ജർമ്മൻ ഷെപ്പേർഡിന്റെ രൂപത്തിൽ വരും. കാരണം ഈ ലോകത്ത് ഹിറ്റ്ലർ ആരെയെങ്കിലും പരിധിവിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്റെ വളർത്തുനായയായ ബ്ലോണ്ടിയെയാണ്. ബ്ലോണ്ടി ഹിറ്റ്ലറിന് ജീവനായിരുന്നു. ഈ ബ്ലോണ്ടി എപ്പോഴും ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. തന്റെ വിശ്വസ്തരായ ബോഡിഗാർഡ്സിനെ കൂടാതെ ബങ്കറിലും ക്യാമ്പിലും കയറാൻ പെർമിഷൻ ഉണ്ടായിരുന്നത് ബ്ലോണ്ടിക്ക് മാത്രമായിരുന്നു. എന്നാൽ ഹിറ്റ്ലർ മരണപ്പെട്ടതിന്റെ തലേദിവസം ബ്ലോണ്ടിക്ക് ആരോ സയനൈഡ് നൽകി കൊന്നുകളഞ്ഞു. എന്നാൽ ഹിറ്റ്ലർ തന്നെയാണ് തന്റെ നായയ്ക്ക് സയനൈഡ് നൽകിയത് എന്നാണ് കൂടുതൽ ചരിത്രകാരന്മാരും പറയുന്നത്. പക്ഷേ സോവിയറ്റ് ആർമി ഹിറ്റ്ലർ മരിച്ചു കിടന്ന റൂമിൽ ചെന്നപ്പോൾ അവിടെ ഹിറ്റ്ലറിന്റെ നായയുടെ ജഡമുണ്ടായിരുന്നില്ല. അത് മിസ്സിംഗ് ആയിരുന്നു. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായ ബ്ലോണ്ടിയുടെ കഥ ഇന്നും ദുരൂഹമാണ്. ഈ ദുരൂഹ കഥയെയാണ് ലോകയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ലോകസിനിമയിൽ ചാർലിക്കൊപ്പം എപ്പോഴും ഒരു കൈയില്ലാത്ത ജർമ്മൻ ഷെപ്പേർഡിനെ കാണിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഒടിയൻ സങ്കല്പങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒടിയൻ മൃഗങ്ങളുടെ ഒടിവേഷം കെട്ടുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും. അതായത് പൂർണ്ണത നൽകാതിരിക്കാൻ വേണ്ടി ഒരു വൈകല്യം ആ ജീവിയിൽ ദൃശ്യമാകും. അതുപോലെയാണ് ഇവിടെ ഒരു കൈയില്ലാത്ത നായയെ കാണിച്ചിരിക്കുന്നത്. അതും ഒരു ജർമ്മൻ ഷെപ്പേർഡാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചും മറിച്ചും ചിന്തിച്ചാൽ ഈ ഹിറ്റ്ലറിനെ കൊന്നത് ഒടിയൻ തന്നെയാണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ഈ ഹിറ്റ്ലർ ഒടിയൻ കോൺസ്പിറസി അതൊരു ജനപ്രിയ ഐറ്റം തന്നെയാണ്. കാരണം ചരിത്രം ഈ വാദത്തെ സാധൂകരിക്കും. പിന്നെ ഏത് കഥയും ജനപ്രിയമാവുന്നത് അത് ചരിത്രവുമായി ഇഴുകിച്ചേരുമ്പോഴാണ്. അങ്ങനെ ചിന്തിച്ചാൽ ലോക ചാപ്റ്റർ 2 മലയാളത്തിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളെയും ഭേദിക്കും. സത്യം പറഞ്ഞാൽ നിലവിൽ ലോക 2വിന് മറികടക്കേണ്ടത് ലോക 1ന്റെ കളക്ഷൻ റെക്കോർഡുകളെ മാത്രമാണ്. കാരണം ലോക ചാപ്റ്റർ 1 ഇൻഡസ്ട്രി ഹിറ്റാണ്, മലയാളത്തിന്റെ ചരിത്രവിജയം. പിന്നെ ഈ ഒടിയന്മാരെപ്പറ്റി മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട കാര്യമില്ല. നമ്മൾ ചെറുപ്പം മുതൽ കേട്ടുവളർന്ന പ്രേതകഥകളിലെ സ്ഥിരസാന്നിധ്യമാണ് ഈ ഒടിയൻ. എന്നാലും ഞാൻ വളരെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. പണ്ടുകാലത്ത് വടക്കൻ കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ മായാജാലങ്ങളും മന്ത്രജാലങ്ങളും കാണിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഒടിയന്മാർ. മന്ത്രവിദ്യകളും അഭ്യാസമുറകളും പഠിച്ചവരാണിവർ. ഒടിയന്മാർ പല രൂപത്തിൽ മനുഷ്യരെ വേട്ടയാടിയിരുന്നു. ആദ്യകാലത്ത് പല രാജാക്കന്മാരും യുദ്ധത്തിനും മറ്റും ഒടിയന്മാരെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ പല നാട്ടുതലവന്മാരെയും വധിക്കാൻ രാജാക്കന്മാർ ഒടിയനെ ഉപയോഗിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ലോകത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ അസാസിൻസാണ് ഈ ഒടിയന്മാർ. ഈ ഹോളിവുഡിൽ നമ്മൾ ഇന്ന് കാണുന്ന ഐറ്റങ്ങളൊക്കെ നമ്മുടെ ഐതിഹ്യങ്ങൾ പണ്ടേ പറഞ്ഞുവെച്ച കഥകളാണ്. നമ്മൾ അറിയാൻ വൈകിയെന്ന് മാത്രം. ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ ആരെ വേണമെങ്കിലും വധിക്കാൻ നമ്മുടെ ഒടിയന്മാർക്ക് കഴിയുമായിരുന്നു. നമ്മുടെ ഹിറ്റ്ലറിന്റെ മരണം പോലെ ആ കൊലപാതകങ്ങളും ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുമായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിയുന്തോറും രാജാക്കന്മാർ നിരപരാധികളായവരെ കൊല്ലാനും ഒടിയന്മാരെ അയച്ചു തുടങ്ങി. ഇതിനെ ഒടിയന്മാർ എതിർത്തു. പിന്നീട് ഈ രാജാക്കന്മാരുടെ ആജ്ഞകൾ ഒടിയന്മാർ അനുസരിക്കാതെയായി. ഒടിയന്മാർ ചില ഘട്ടങ്ങളിൽ രാജാക്കന്മാർക്ക് നേരെയും ഒടിവെക്കാൻ തുടങ്ങി. എന്നാൽ പല നീചശക്തികളെയും കൂട്ടുപിടിച്ച് രാജാക്കന്മാർ ഒടിയന്മാരെ നശിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട ചിലർ സാധാരണ മനുഷ്യർക്കിടയിൽ തന്റെ ഐഡന്റിറ്റി മറച്ച് ജീവിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ഒടിയന്മാർ ഹീറോയുമാണ് വില്ലനുമാണ്. നമ്മുടെ KGF സിനിമയിൽ പറയുന്നതുപോലെ കൊടുങ്കാറ്റിനെ കെട്ടിയിടാൻ കഴിയില്ല, അതിൽ നിന്ന് ഓടിയൊളിക്കണം. ഒരു കാരണവശാലും അയാളെ എതിർത്തു നിൽക്കാൻ പോകരുത് സാർ. യെസ്, അതെല്ലാവരുടെയും നാശത്തിന് കാരണമാവും. എന്നാൽ നമ്മളിപ്പോൾ കേട്ട കഥയിലെ ഒടിയന്മാരെപ്പോലെയല്ല ലോകയിലെ ചാർലി. കാരണം ഒടിയന്മാർക്ക് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും അവർ ഒരിക്കലും ഇമ്മോർട്ടൽസ് അല്ല. ഒടിയൻ എന്നത് പാരമ്പര്യമായി കൈമാറി വരുന്ന ഒന്നാണ്. ഒരൊടിയൻ മരിക്കുമ്പോൾ അവരുടെ ചോരയിലുള്ള മറ്റൊരാളെ ജന്മനാ പരിശീലിപ്പിച്ച് ഒടിയനാക്കി മാറ്റും. അങ്ങനെ ഒരൊടിയന്റെ കാലശേഷം അടുത്ത ഒടിയൻ ഒടിവയ്ക്കും. ഇതിങ്ങനെ കൈമാറി വരുന്ന ഒന്നാണ്.
അല്ലാതെ ഒടിയന്മാർ ചിരഞ്ജീവികളല്ല. എന്നാൽ ചാർലി ഇമ്മോർട്ടലാണ്, മരണമില്ലാത്തവനാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചാർലി നമ്മുടെ സാധാരണ ഒടിയന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. മറ്റ് ഒടിയന്മാർക്കില്ലാത്ത എന്തോ ഒരു പവർ മൂത്തോൻ ചാർലിക്ക് നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കൂടുതൽ പേരും കാത്തിരിക്കുന്നത് ലോക ചാപ്റ്റർ 3 കാണാനാണ്. കാരണം അത് DQവിന്റെ പടമാണ്. അതൊരു ഒന്നൊന്നര പടമായിരിക്കും. എന്നാൽ നമ്മുടെ DQ ടൊവിനോയുടെ ലോക ചാപ്റ്റർ 2വിലുമെത്തും മൈക്കിളിന്റെ രക്ഷകനായി. കാരണം ഈ 389 ചാത്തന്മാരെ ഒറ്റയടിക്ക് നേരിടാനുള്ള ശക്തി നമ്മുടെ മൈക്കിൾ ചാത്തനില്ല. അതുകൊണ്ട് അവൻ വരും. ചാത്തന്മാർ അവനെ കൊണ്ടുവരും. അവന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. സൈനിങ് ഓഫ്, യുവർ ഓൺ സ്റ്റോറി ടെല്ലർ മല്ലു.